108 ദിവ്യദേശങ്ങളിൽ രണ്ടാമത്തെ ദിവ്യദേശമാണ് അഴകിയ മണവാള പെരുമാൾ ക്ഷേത്രം. തിരുക്കോടി ദിവ്യദേശം, നാച്ചിയാർ കോവിൽ, ചിന്ന ശ്രീരംഗം, ഉറയൂർ കമലവല്ലി നാച്ചിയാർ കോവിൽ എന്നിങ്ങനെ പല പേരുകളാലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ശ്രീരംഗത്തു നിന്നും 4 കിലോമീറ്റർ അകലെ ഉറയൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് ധാരാളം ടൗൺ ബസ് സർവീസുകളുണ്ട്. ആഴ്വാർ സന്യാസിമാരിൽ ഒരാളായ തിരുപ്പാനാഴ്വാറുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ സ്ഥലം. കുലശേഖരാഴ്വാർ 11 കീർത്തനങ്ങളാലും തിരുമങ്കയ്യാഴ്വാർ 13 കീർത്തനങ്ങളാലും 4000 ദിവ്യപ്രബന്ധത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രാമാനുജൻ ഈ ക്ഷേത്രത്തിലെ സേത്തി മണ്ഡപത്തിൽ വെച്ചാണ് ഗദ്യത്രയം ഒരു പങ്കിനി ഉത്ര ദിവസം രചിച്ചത്. വിഷ്ണുവിനേക്കാൾ ദേവിക്ക് പ്രാധാന്യമുള്ള ചുരുക്കം ചില ദിവ്യദേശങ്ങളിലൊന്നാണ് അഴകിയ മണവാള പെരുമാൾ ക്ഷേത്രം. മറ്റുള്ളവ ശ്രീവല്ലിപുത്തൂരിലെ ആണ്ടാൾ ക്ഷേത്രം, തിരുവള്ളറയിലെ പുണ്ടരീകാക്ഷ പെരുമാൾ ക്ഷേത്രം എന്നിവയാണ്. 108 ദിവ്യദേശങ്ങളിൽ വെച്ച് വടക്കോട്ട് ദർശനമുള്ള ദേവിയുടെ ശ്രീകോവിൽ അഴകിയ മണവാള പെരുമാൾ ക്ഷേത്രത്തിൽ മാത്രമാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. കുട്ടികളില്ലാത്ത നന്ദചോള രാജാവ് വിഷ്ണു ഭഗവാനെ അകമഴിഞ്ഞ് ആരാധിച്ചിരുന്നു. ഒരു ദിവസം വനത്തിനുള്ളിൽ വേട്ടയാടാൻ പോയപ്പോൾ ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. 1000 ഇതളുകളുള്ള താമരപ്പൂവിൽ നിന്ന് ലഭിച്ചതിനാൽ ആ കുട്ടിക്ക് കമലവല്ലി എന്ന് പേരിട്ടു. കുട്ടി വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ ശ്രീരംഗത്തുള്ള രംഗനാഥനായ വിഷ്ണുവിനെ പ്രണയിച്ചു. വരനായി പ്രത്യക്ഷപ്പെട്ട രംഗനാഥനുമായി ചോളരാജാവ് മകളായ കമലവല്ലിയെ വിവാഹം കഴിപ്പിച്ചു. ഒരു മുനിയുടെ ശാപത്താലാണ് മഹാലക്ഷ്മി കമലവല്ലിയായി പുനരവതരിച്ചത്. സുന്ദരനായ വരൻ എന്നർത്ഥം വരുന്ന അഴകിയ മണവാളനായി പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇവിടെ നിർമ്മിച്ച ക്ഷേത്രത്തെ അഴകിയ മണവാള പെരുമാൾ ക്ഷേത്രം എന്ന് വിളിക്കുന്നു. ക്ഷേത്രത്തിനു ചുറ്റും ഭീമാകാരമായ കരിങ്കൽ ഭിത്തിയും 5 നില രാജഗോപുരവും കാണാം. കല്യാണതീർത്ഥം, കമലപുഷ്കരണി, സൂര്യപുഷ്കരണി എന്നിവയാണ് തീർത്ഥങ്ങൾ. രാമാനുജനും നമ്മാഴ്വാർക്കും പ്രത്യേകം ആരാധനാലയങ്ങളും തിരുപ്പനാഴ്വാർക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് പ്രത്യേക സന്നിധിയുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ കമലവല്ലിത്തായാർ മണവാട്ടിയായിരിക്കുന്ന ഭാവത്തിലും അഴകിയ മണവാളൻ നിൽക്കുന്ന ഭാവത്തിലുമാണ്. എല്ലാ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ദേവിക്കാണ് പ്രാധാന്യം. ദേവീനടയിൽ നിന്ന് കുങ്കുമത്തിന് പകരം ചന്ദനമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. പങ്കുനി മാസത്തിലെ ആയില്യമാണ് കമലവല്ലിത്തായരുടെ ജന്മനക്ഷത്രം. ഈ ദിവസം ശ്രീരംഗത്തു നിന്നും രംഗനാഥൻ കമലവല്ലി നാച്ചിയാരെ സന്ദർശിക്കുകയും ഒറ്റ സിംഹാസനത്തിൽ തങ്ങി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. വാർഷികോത്സവമായി ആചരിക്കുന്ന ഈ ചടങ്ങ് സർത്തിസേവായ് എന്നാണ് പറയപ്പെടുന്നത്. നവരാത്രി, കാർത്തിക, തിരുപ്പനാഴ്വാർ ഉത്സവം, പങ്കുനി ഉത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. വൈകുണ്ഠ ഏകാദശിക്ക് പങ്കുകൊള്ളാൻ പറ്റാത്ത ഭക്തർക്ക് മാസിമാസത്തിലെ ഏകാദശിക്ക് പങ്കുകൊണ്ടാലും തുല്യഫലം എന്നാണ് ക്ഷേത്രസ്ഥലപുരാണത്തിൽ പറയുന്നത്. ശ്രീരംഗം സന്ദർശിക്കുന്നവർ നിശ്ചയമായും ദർശിക്കേണ്ട ക്ഷേത്രമാണ് 108 ദിവ്യദേശങ്ങളിൽ രണ്ടാമതായ ഉറയൂരിലെ അഴകിയ മണവാള പെരുമാൾ ക്ഷേത്രം.